കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശേകും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശെ പുൽകിടുന്നു. കുരിശേകും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശെ പുൽകിടുന്നു. മുറിവേറ്റു പിടയും എന്നേനിയെ കുരിശോടു ചേർത്തിടുന്നു. മുറിവേറ്റു പിടയും എന്നേനിയെ കുരിശോടു ചേർത്തിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിയോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഈശോയുടെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമുക്ക് ഈ സായാഹ്നത്തിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സാധിക്കുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്, ഒത്തിരിയേറെ അഭിമാനമുണ്ട്. അപ്പോൾ TC ജോർജ് ബ്രദർ പറഞ്ഞതനുസരിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഇന്ന് കൂടുകയാണ്. ഇതിനു മുമ്പ് ഒരിക്കലേ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വീണ്ടും ഒത്തിരി നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നമ്മൾ അല്പം ഒന്ന് ചെറിയൊരു ഡെലിവറൻസിൻ്റെ പ്രയറോടുകൂടി തുടങ്ങാമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഈശോ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ഒന്ന് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം ഏറ്റിയെല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യകാമറിയത്തെന്ന് പറഞ്ഞ് ദിവസത്തെ കാലത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട് അടക്കപ്പെട്ട പാതാളമിറങ്ങി മനുഷ്യരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തന്റെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും രക്ഷിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. നമുക്ക് ഈ ചെറിയൊരു ലുത്രിയ പോലെ പ്രാർത്ഥനയാണ്. മറുപടിയായിട്ട് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് മറുപടിയായിട്ട് പറയുക. തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ എല്ലാ പരീക്ഷകളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. തിന്മ ചെയ്യാനുള്ള എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യനാശത്തിലും മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാവിധ കഷ്ടതകളിലും ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാവിധ രോഗങ്ങളിലും പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാവിധ ദുരിതാനങ്ങളിലും സംശയങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാവിധ പാപങ്ങളിൽ
പാപങ്ങളിലും കടങ്ങളിലും നിന്ന് കർത്താവേ കർത്താവേ, ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. രക്ഷിക്കണമേ. അങ്ങയുടെ മനുഷ്യാവതാരത്തെയും ജീവിതത്തെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ കർത്താവേ, രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ പീഡാനുഭവത്തെയും കുരിശു മരണത്തെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ കർത്താവേ, രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ തിരുമുറിവുകളെയും തിരുരക്തത്തെയും കുറിച്ച് കർത്താവേ കർത്താവേ, ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. രക്ഷിക്കണമേ. അങ്ങയുടെ തിരുവുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ കർത്താവേ, രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ രണ്ടാമത്തെ ആഗമനത്തെയും അനന്ത സാന്നിധ്യത്തെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ കർത്താവേ, രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. മുഖ്യനായ വിശ്വമികാരെ പോരാട്ട സമയത്ത് ഞങ്ങളുടെ തുണയും സഹായമായിരിക്കണമേ. പിശാചിനും ദുഷ്ടയിലും കണിയിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ. നിങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കാൻ ലോകം ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റുള്ള ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപംഗ ദൈവത്തിന്റെ ശക്തിയാ നരകത്തിലേക്ക് തള്ളുകയും ചെയ്യണമേ. ആമേൻ. മഹത്വപൂർണ്ണ സ്വർഗരാജ്യമാലാഹമാടെ നാഥി പിശാചിന്റെ തല തകർക്കുവാനുള്ള ശക്തി അങ്ങേക്കൊണ്ട് ദൈവത്തിന് അതിന്റെ കൽപ്പനയും ദൂതഗണങ്ങളുടെ സഹായത്തിന് അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അവർ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് അങ്ങയുടെ ശക്തിയാലും നാരകീയ ശക്തികളെയും എന്തെന്ന് തോൽപ്പിച്ച് നരകാഗ്നിയെ തള്ളട്ടെ. ദൈവത്തെ പോലെ ആരുടെ മാലാഖമാരെയും മുഖ്യദൂതന്മാരെയും ഞങ്ങൾ കാത്തു രക്ഷിക്കണമേ. കരുണയിലെ അമ്മയങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ. ദൈവമാതാവി അങ്ങേ മാലാഖമാരെ അയച്ച് ഞങ്ങൾ ദുഷ്ടാരൂപിന്ന് കാത്തുകൊള്ളണമേ. ആമീൻ. ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ഈശോ മിശിഹായുടെ പുത്രനായ ഈശ്വരയുടെ ശക്തിയുള്ള നാമത്തിൽ ശക്തിയുള്ള നാമത്തിൽ അവിടുത്തെ തിരിശരീര രക്തങ്ങളുടെ യോഗ്യതയാൽ യോഗ്യയായ എല്ലാ അന്ധകാര ശക്തികളും എല്ലാ അന്ധകാര ശക്തികളും പൈശാചിക ബന്ധനങ്ങളും പൈശാചിക ബന്ധനങ്ങളും ദുശീലങ്ങളും ദുശീലങ്ങളും എന്നെ വിട്ടുപോകട്ടെ. എന്നെ എന്നെ വിട്ടുപോകട്ടെ. കർത്താവായ ഈശോ മിശിഹായുടെ കർത്താവായ ഈശ്വരയുടെ തിരുരക്തത്താൽ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞങ്ങൾ. വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞങ്ങൾ. അന്ധകാര ശക്തികൾക്ക് അന്ധകാര ശക്തികൾക്ക് ഞങ്ങളുടെ മേൽ അധികാരമില്ല. ഞങ്ങളുടെ ഞങ്ങളുടെ അധികാരമില്ല. ഞങ്ങൾ ഈശോ മിശിഹായുടെ സ്വന്തമാണ്. ഞങ്ങൾ ഈശ്വരയുടെ സ്വന്തമാണ്. കർത്താവായ ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവായ ഈശ്വരയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. എന്നെയും കുടുംബാംഗങ്ങളെയും എന്നെയും കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും ബാധിച്ചിരിക്കുന്ന സഹപ്രവർത്തകരെയും ബാധിച്ചിരിക്കുന്ന രോഗത്തിന്റെയും തകർച്ചയുടെയും തകർച്ചയുടെയും ദുശീലത്തിന്റെയും ദുരാത്മാവേ ദുശീലത്തിന്റെയും ദുരാത്മാവെ പുറത്തു പോവുക. പുറത്തു പോകുക. ഈശോ മിശിഹായുടെ കുരിശിന്റെ കീഴിൽ ഈശ്വരയുടെ കുരിശിന്റെ കീഴിൽ ഈ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ. ഈ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ. തിരുരക്തത്താൽ കഴുകി തിരുരക്തത്താൽ കഴുകി എന്നെയും എനിക്കുള്ളവയെയും എനിക്കുള്ളവരെയും എനിക്കുള്ളവരെയും വിശുദ്ധീകരിക്കണമേ. വിശുദ്ധ കുരിശിന്റെയും വിശുദ്ധ കുരിശിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ മിഖായലിന്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, മാർത്തോമായുടെ അപേക്ഷകളും ഞങ്ങൾക്ക് അഭയവും കോട്ടയുമായിരിക്കട്ടെ. വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും മധ്യസ്ഥതയും സകല അപ്പസ്തോലന്മാരുടെയും രക്തസാക്ഷികളുടെയും പ്രാർത്ഥനാ സഹായവും ഈ കൂട്ടായ്മയോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ശക്തിയുള്ള നാമത്തിൽ അസൂയയുടെയും അഹങ്കാരത്തിന്റെയും അലസതയുടെയും ശത്രുതയുടെയും വെറുപ്പിന്റെയും കോപത്തിന്റെയും ആസക്തികളുടെയും എല്ലാ ബന്ധനങ്ങളും
ഞങ്ങളിൽ നിന്നും അകന്നു പോകട്ടെ. ഞങ്ങളിൽ ഞങ്ങൾ നിന്ന് അകന്നു പോകട്ടെ. കർത്താവായ ഈശോ മിശിഹ കർത്താവായ ഈശോ മിശിഹാ നിത്യജീവനിലേക്കും നിത്യജീവനിലേക്കും രക്ഷയുടെ പൂർണ്ണതയിലേക്കും രക്ഷയുടെ പൂർണ്ണതയിലേക്കും ഞങ്ങളെ ആനയിക്കുമാറാകട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഈശോയുടെ തിരുനാമത്തിൽ, ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ വിശുദ്ധ കുരിശന്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും വൈശാചിക സാന്നിധ്യങ്ങളെയും ബന്ധിക്കുന്നു. നാരകീയ ശക്തികളെ, അന്ധകാര ശക്തികളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. നസ്സറായന ഈശോയുടെ തിരുനാമത്തിൽ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളിൽ നിന്നും, അവരുടെ കുടുംബത്തിൽ നിന്നും, അവരുടെ ജോലി പ്രവർത്തന മേഖലകളിൽ നിന്നും വിട്ടുപോവുക. നിത്യനരകാഗ്നി നിബന്ധിക്കുക. നീ ഒരിക്കലും മടങ്ങി വരികയും ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്തുകയും ചെയ്യരുതെന്ന് ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. ആമേൻ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസം ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളിലും അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് അടുത്തിരിക്കുന്ന ആളുകൾക്ക് പുഞ്ചരിച്ചുകൊണ്ട് ഒരു സ്തുതിയൊക്കെ കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ധനഹ കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം, പ്രത്യക്ഷീകരണം എന്നാണ്. അപ്പോൾ ദൈവം, ത്രിത്വക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈശോയുടെ മാമോദീസായിൽ നമ്മൾ അനുഭവിച്ചത്. ഇപ്പോൾ മാമോദീസായിലൂടെ നമ്മൾ ത്രിത്വക ദൈവത്തിൻ്റെ ആ കൂട്ടായ്മയിലേക്ക് പങ്കുചേരുകയും ദൈവമക്കൾ എന്നുള്ള പേരിന്, സംജ്ഞയ്ക്ക് നമ്മൾ പാത്രീഭൂതരാവുകയും ചെയ്ത ഒരു അത്ഭുതമാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മാമോദീസായിൽ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ മാമോദീസയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഭിഷേകം നമ്മുടെ ശരീരം മുഴുവൻ എല്ലാ കോശങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മാമോദീസയുടെ കർമ്മത്തിൽ നമ്മൾ ആ ഒരു അഭിഷേക തൈലം കൊണ്ട് ആ കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ പൂശുന്നുണ്ട്. അതായത് ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ഒന്നുപോലും, ബാഹ്യമായ അവയവങ്ങളും ഉള്ളിലുള്ള അവയവങ്ങളിലേക്കും ആ അഭിഷേകം കടന്നിറങ്ങുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ പൗത്രീകൃതമാക്കി മാമോദീസയുടെ കർത്താവ് മാറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഈ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ക്രൈസ്തവ അസ്തിത്വത്തിൻ്റെ മഹത്വവും മഹാത്മ്യവും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ. അപ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മളൊരു ചെറിയൊരു വചനമാണ് നമുക്കിന്ന് വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുന്ന വചനം നമുക്ക് സുപരിചിതമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണ്. ആ വാക്യം, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നൊക്കെ പറയുന്ന ആ ഒരു 1-2 വചനങ്ങളാണ്. അപ്പോൾ ഈ വചനങ്ങൾ നമ്മൾ ഈ സായാഹ്നത്തിലൊന്ന് ധ്യാന വിഷയമാക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? ആരും കാണുകയില്ല. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്ത് വരിക, അപ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ട ഒരു കാര്യമാണ്, ഞാൻ കർത്താവ് പറയുന്നു എൻ്റെ നുകം ലഘുവും അതുപോലെ തന്നെ മൃദുവുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കർത്താവ് തരുന്ന ചില സൂചനകളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായ കുരിശുകൾ കർത്താവ് അനുവദിക്കുന്നുണ്ട്. ഇതുകൂടാതെ കർത്താവ് തരുന്നതല്ലാത്ത കുരിശുകളും അല്ലെങ്കിൽ പ്രയാസങ്ങളും തകർച്ചകളും പരാജയങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൂടെ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ദൈവം നൽകുന്ന നുകം മധുരമുള്ളതാണ്, സ്വീറ്റാണ്. അതോടൊപ്പം തന്നെ അത് വളരെ ലൈറ്റാണ്, ലഘുവാണ്, ഭാരമില്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു അഭിഷേകത്തിൻ്റെ അവസ്ഥ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് വളർച്ച പ്രാപിച്ച് വർഷങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകാത്ത നുകങ്ങളോ ദൈവം നൽകാത്ത ഭാരങ്ങളോ ഉണ്ടോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഞങ്ങളൊരു വീട്ടിലെ ഡെലിവറൻസിന് പോയപ്പോൾ അവിടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ അവർ വിദേശത്തായിരുന്നു. അവർ വിദേശത്തെ ജോലിയൊക്കെ മതിയാക്കി, അമ്മ നേഴ്സായിരുന്നു. അവർ ഈ കുഞ്ഞിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആ കുഞ്ഞിനെ പരിചരിക്കുവാൻ വേണ്ടി നാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഡെലിവറൻസായിട്ട് ചെല്ലുമ്പോൾ, അപ്പോൾ ഈ കുഞ്ഞുണ്ട്, അതിൻ്റെ ഇളയൊരു പെൺകുഞ്ഞും കൂടി ഉണ്ട് ആ വീട്ടിൽ.
അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് നടക്കുന്നു. ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് പറയുകയാണ്, ഐ ലവ് ആരെയായിരിക്കും, ഐ ലവ് സെയ്റ്റൻ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഞെട്ടലുണ്ടായി. കൂടെ വന്ന ആളുകളെല്ലാം ഒരുപക്ഷെ ആ കൊച്ചിനെ തെറ്റിയതായിരിക്കുമെന്ന് വിചാരിച്ചു. അതിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. അപ്പോൾ ഇവൻ്റെ ഇളയ അനുജത്തി ഈ കൊച്ചിന് പറയുന്നതൊക്കെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൊച്ചും ഇതൊന്നും അർത്ഥമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. 3 വയസ്സുകാരി അതൊക്കെ ഏറ്റു പറയുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഐ ലവ്, ആദ്യം പറഞ്ഞതാണ് ഐ ലവ് സെയ്റ്റൻ, രണ്ടാമത് പറയുന്നതാണ് ഐ ഹെയ്റ്റ് ജീസസ്. അപ്പോൾ നമ്മളൊരു ശുശ്രൂഷയ്ക്കായിട്ടൊരു കടന്നു വരുമ്പോൾ ഒരു വീട്ടിൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി സാത്താൻ്റെ സാന്നിധ്യമുള്ള ആ കുഞ്ഞുങ്ങളെ ദൈവം അവിടെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഇത് ഈ പൈശാചിക പീഡകൾക്ക് ഇന്ന പ്രായമെന്നോ ഒന്നുമില്ല. അപ്പോൾ അന്ന് ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളിൽ പൈശാചിക സാന്നിധ്യം ഞാൻ കണ്ടുമുട്ടിയ ഒരു അനുഭവമായിരുന്നു. പിന്നീട് ആ കുഞ്ഞിനെ നമ്മുടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ആ കൊച്ചിന് ഇതിനോടകം 25 ലക്ഷത്തോളം രൂപ അവർ ആ കുഞ്ഞിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ രീതിയിൽ തെറ്റിദ്ധരിച്ചു ചികിത്സ ചെയ്തു. പിന്നീട് ആ കൊച്ചിനെ വേറെ ഇപ്പം നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഏകദേശം 60,000 രൂപയാണ് ആ കൊച്ചിന് വേണ്ടി മാതാപിതാക്കൾ ചെലവഴിക്കുക. അപ്പോൾ അപ്പനെ ജോലി രാജിവെച്ചിരുന്നു. പിന്നീട് അദ്ദേഹം വേറെ യൂറോപ്യൻ രാജ്യത്തിലേക്ക് പിന്നീട് പോവുകയും ആ തടസ്സങ്ങളെല്ലാം മാറി ആ കുടുംബത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ കുഞ്ഞ് ഞങ്ങളുടെ 3 ദിവസത്തെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്ന് താമസിച്ച അവസരത്തിൽ ഉണ്ടായ 1-2 അനുഭവങ്ങളോട് ഞാൻ ചുരുക്കിയെന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ കുർബാന ആരംഭിച്ച് എല്ലാ ധ്യാനത്തിൽ വന്നിരിക്കുന്ന 10-25 പേരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ഈ ഒരു സന്ദേശം ഇങ്ങനെ കുർബാനയിലെ സന്ദേശം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ ഈ കൊച്ചു പതുക്കെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങി, പിന്നെ കിടന്ന് കറങ്ങാൻ തുടങ്ങി. പമ്പര കറങ്ങുന്ന പോലെ ഈ കൊച്ചു കറങ്ങണം. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പ്രാവശ്യം ഒരു റൗണ്ടൊക്കെ കഴിയുമ്പോൾ 3-4 റൗണ്ടൊക്കെ കഴിയുമ്പോൾ ഇവർ തന്നെ തലചുറ്റി വീഴുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചു ഈ കൊച്ചിന് ഒരു 5-6 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ വീഴുമായിരിക്കുന്നു കരുതി അവനെ ഒരു അങ്ങോട്ടും ചലിക്കുന്നില്ല ഇങ്ങോട്ടും ചലിക്കുക, കൃത്യമായ കുർബാന നടക്കുന്നതിൻ്റെ ബേമയുടെ തൊട്ട് ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇവനിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ആ കൊച്ച് കുർബാനയുടെ ഏതാണ്ട് ഒരു 3/4 ഭാഗ സമയം ഈ പറഞ്ഞതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പിടിച്ചു മാറ്റാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശല്യപ്പെടുത്തേണ്ട, ആ കൊച്ചിനെ കറങ്ങിക്കോട്ടെ എന്ന് തന്നെ പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് ഏകദേശം പ്രസംഗത്തിൻ്റെ സമയത്ത് അവനിരുന്നു. വീണ്ടും അതിനുശേഷം വീണ്ടും കുർബാന ആരംഭിക്കുമ്പോൾ ഈ കൊച്ച് എഴുന്നേൽക്കുകയും ഇതുപോലെ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ എല്ലാ കുഞ്ഞുങ്ങളുടെയും എല്ലാ വ്യക്തികളുടെയും കഴുത്തിൽ ഞങ്ങളൊരു വെഞ്ചരിച്ച വെന്തിങ്ങ കൊടുക്കാറുണ്ട്. അതുപോലെ വെന്തിരിച്ച ഒരു പിന്നെ ജപമാല കൊടുക്കാറുണ്ട്. അതെല്ലാവരും നിർബന്ധമായിട്ട് ധരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. എന്തായാലും ഈ കൊച്ചിൻ്റെ പ്രാർത്ഥിച്ച് ഈ കഴുത്തിലേക്ക് ഈ വെന്തിങ്ങായും കൊന്തയും ഇട്ട് കഴിഞ്ഞപ്പോൾ കൊച്ചു നിശ്ചലനായി ശാന്തമായിട്ട് ഇരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ഞാനിത് പങ്കുവച്ചത്. അപ്പോൾ പ്രായത്തിനതീതമായിട്ട് ഒരു കുഞ്ഞിൽ ഇതുപോലുള്ള പൈശാചിക സാന്നിധ്യം കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുക? പിന്നീട് കർത്താവ് വെളിപ്പെടുത്തി തന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ ഈ കൊച്ചിന് ഹൈപ്പർ ആക്റ്റീവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല. ഒരു പൈശാചിക സാന്നിധ്യം ഈ കുഞ്ഞിൻ്റെ കുഞ്ഞുനാളിൽ കടന്നു വന്നതാണ്. ഇപ്പോൾ ഇവരുടെ അടുത്തുള്ള വീടുകളെല്ലാം ഹൈന്ദവരായിരുന്നു. അപ്പോൾ ഒത്തിരി പിന്നെ കാവും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു വീട്ടിലെ അമ്മച്ചിക്ക് ഈ കുഞ്ഞിനെ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ അവരുടെ കൂടെ എപ്പോഴും കളിക്കാനും വീട്ടിലൊക്കെ ഈ ചിരിയും വിളിയും വർത്താനായിട്ട് കുഞ്ഞിങ്ങനെ തൊട്ടപ്പുറത്തെ വീടാണ്, അങ്ങനെ അവിടെ പോയിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ അമ്മച്ചി അവരുടെ ശുദ്ധഗതിക്ക് ഈ കുഞ്ഞിനെ അടുത്തുള്ള കാവി കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ ശുദ്ധഗതിക്ക് തന്നെ ചെയ്താണ്. ഈ കുഞ്ഞിന് എന്തെങ്കിലും ദുരോഹം വരണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ സതുദ്ദേശത്തോട് ചെയ്തൊരു പ്രവൃത്തിയായി. പക്ഷേ അന്ന് ഈ കുഞ്ഞിലേക്ക് കടന്നു വന്ന ഒരു പൈശാചിക സാന്നിധ്യം പിന്നെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തെ വേട്ടയാടുവാൻ തുടങ്ങി. ഇതാണ് പിന്നീട് വന്ന വർഷങ്ങളിൽ അനേക രൂപ ചെലവഴിച്ചിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകാതെ പോയ ആ ഒരു പ്രശ്നത്തിൽ നമ്മൾ കണ്ടുമുട്ടിയത്. പിന്നീട് നമ്മൾ ആ കുഞ്ഞിനെ ഉള്ള പിന്നെ നമ്മുടെ അവസാന ദിവസം ഇതുപോലെ തന്നെ ആ കുഞ്ഞ് ആവർത്തിച്ചു. അന്ന് കണ്ടൊരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കൊച്ചിൻ്റെ കഴുത്തേൽ കൊന്തയോ വെന്തിങ്ങയോ ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് രണ്ടുമില്ല. അപ്പോൾ അമ്മയ്ക്കറിയില്ല അതെവിടെ പോയിന്ന്. ആ കുഞ്ഞോട് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറഞ്ഞു അറിയില്ല. പിന്നീട് നമ്മൾ വെഞ്ചരിച്ച വീണ്ടും ഒരു കാശ് ഈ പറഞ്ഞ വെന്തിങ്ങായും കുഞ്ഞിൻ്റെ കഴുത്തിലിട്ടതിന് ശേഷമാണ് പ്രിയമുള്ളവരെ ആ കുഞ്ഞിന് മാറ്റമുണ്ടായത്. ഇതൊരു വലിയ വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ സന്ദേശമാണ്. അപ്പോൾ ചെറുപ്രായം മുതൽ മുതിർന്ന ആളുകൾ വരെ ഏത് പ്രായത്തിലും ഏത് തിന്മയുടെ സ്വാധീനവും ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.
അപ്പോൾ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവ് നൽകുന്ന ആ നുകത്തെക്കുറിച്ച് കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്ത് വരിക. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈശോയുടെ പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്നത് എങ്ങനെയാണ്? ഐ വിൽ റിഫ്രഷ് യുവർ സോൾ എന്നാണ്. നമ്മൾ അതിൻ്റെ ഗ്രീക്ക് മൂലം പഠിക്കുമ്പോൾ അത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആത്മാവിന് കർത്താവ് നമ്മളെ പുതുതാക്കും, പുതിയൊരു ഉണർവും ഉന്മേഷവും കർത്താവ് തരുമെന്ന് നമുക്ക് പറയുകയാണ്. അതുപോലെ യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സോൾ. അപ്പോൾ നിൻ്റെ ആത്മാവിന് വിശ്രമവും നീ കണ്ടെത്തുമെന്ന് വചനം നമ്മളോട് പറയുകയാണ്. അപ്പോൾ മലയാളത്തിലുള്ള തർജ്ജമയിലൂടെ അത്രയും ഒരു ആഴമാർന്ന സന്ദേശം നമുക്ക് അത്രമാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിതത്തിൽ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ന് കഷ്ടപ്പാടുകൾ കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ചും കർത്താവിനെ അടുത്ത് അനുഗമിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ സഹനങ്ങളുണ്ടാകും. ശരിയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ആളുകൾക്കാണ് ഇന്ന് കൂടുതൽ സഹനങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ധാരാളം ആളുകളെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും വിദേശ രാജ്യങ്ങളൊക്കെയുള്ള ആളുകളുമായിട്ടൊക്കെ ഒത്തിരിയേറെ സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇത്. അപ്പോൾ നമ്മളൊക്കെ കടന്നു പോകുന്ന നമ്മുടെ ജീവിത വഴികളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കും തോറും സാത്താൻ നമ്മളെ അതികഠിനമായി പീഡിപ്പിക്കുമെന്നുള്ള ഒരു വലിയ ബോധ്യമാണ് കർത്താവ് എനിക്ക് ഈ നാളുകൾ തന്നിട്ടുള്ളത്. അപ്പോൾ ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഇന്ന് ദൈവമക്കളിൽ എത്ര ശതമാനം ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര നന്മ ചെയ്യുന്നു, പക്ഷേ സഹനങ്ങളും ക്ലേശങ്ങളും എന്നെ വേട്ടയാടുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് രാവിലെ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചതാണെന്ന് വെച്ചാൽ, ഞാൻ വന്ന കാലം മുതൽ എൻ്റെ ശരീരത്തിൽ ചെയ്യാത്ത ഓപ്പറേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ അടുത്ത നാളുകളിൽ ഒരു വലിയ നന്മ ആ കുടുംബത്തോടൊപ്പം ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി കട്ടപ്പനയിലുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോവുകയും അവിടെ വെച്ച് ആ കുഞ്ഞിന് സ്വർണ്ണ ഇതൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ആ കുഞ്ഞിനുള്ള സാരിയുമൊക്കെ. ഒരു ഓർഫണേജിലെ കുട്ടിയാണ്. അപ്പോൾ അതൊരു വലിയ സഹായമായിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നീട് അവിടെ ശരീരത്തിൽ ഒരു നെയ്യപ്പത്തിൻ്റെ മുഴുപ്പത്തിൽ ഒരു വലിയൊരു എന്താ പറയുക ഒരു മുഴയുണ്ടാവുകയാണ്. അപ്പോൾ വീണ്ടും ഭർത്താവിന് സംശയമായി. അപ്പോൾ ആ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്ന പിറ്റേ ദിവസം കാണുന്നത് ഇങ്ങനെ ഒരു അപകടമാണ്. അപ്പോൾ ഞാൻ പറയും, സൗരി ഭയപ്പെടേണ്ട, നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്തൊരു വലിയ ഉപകാരം കർത്താവ് തീർച്ചയായിട്ടും പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരുന്നു. ഞാൻ വ്യഞ്ചരിച്ചു കൊടുത്ത കുറച്ച് തൈലം ആ സഹോദരിയുടെ കയ്യിലുണ്ടായിരുന്നു. ആ സഹോദരി എല്ലാ ദിവസവും ഈ ആ ഒരു മുഴയുടെ പുറത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ആ മുഴ അപ്രത്യക്ഷമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ ദൈവം എത്രമാത്രം സൗഖ്യവും വിടുതലും നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് ഉചിതമായ രീതിയിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ക്രമവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ കൂടെ നമ്മൾ നടക്കുമ്പോൾ കർത്താവ് രോഗവും തരും, അതോടൊപ്പം അതിനേക്കാളും പിശാച് തരുന്ന രോഗങ്ങളെയും കർത്താവ് എടുത്തു മാറ്റുകയും സൗഖ്യം തരികയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ എത്രമാത്രം നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ രണ്ട് മൂന്ന് സൂചനകളൊന്ന് നൽകി പോവുകയാണ്. അപ്പോൾ ഈശോ പറയുന്നു, എൻ്റെ നുകം ചുമക്കുവാൻ എളുപ്പമാണ്, ഈസിയാണ്. രണ്ടാമത് ഈശോ പറയുന്നൊരു കാര്യം ഇതാണ്, അത് ലൈറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെയിറ്റ് ഇല്ലാത്ത ചെറിയ ഭാരം മാത്രമാണ് ഉള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ സാറ്റാനിക് യോക്ക് അല്ലെങ്കിൽ സാത്താൻ തരുന്ന നുകത്തിന് അവസ്ഥ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈശോ തരുന്ന നുകം ഈസിയാണ്, ചുമക്കാൻ എളുപ്പമാണെങ്കിൽ അത് തീർച്ചയായിട്ടും സാത്താൻ തരുന്ന നുകം എന്തായിരിക്കും? വളരെ ടഫായിരിക്കും, വളരെ ടഫായിരിക്കും. നമ്മുടെ വിശ്വാസ മേഖലയിലൊക്കെ നമുക്കുണ്ടാകുന്ന ഒത്തിരിയേറെ പ്രതിസന്ധികൾ നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്. ടഫും അതുപോലെ തന്നെ ഹെവിയുമാണ്. അപ്പോൾ നമ്മുടെ സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അതിൻ്റെ മുമ്പോട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന കുറേ മേഖലകൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയാണ്. ഞാനിപ്പോൾ കണ്ടിട്ടുള്ളതിൽ പ്രത്യേകിച്ചും നമ്മുടെ ദമ്പതികളുടെ മേഖലയിൽ ഒത്തിരിയേറെ പൈശാചിക ബന്ധനങ്ങൾ ഡിവോഴ്സിലേക്ക് നയിക്കുന്നതിനകത്തൊരു കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ചില വീടുകൾ
ഡിവോഴ്സിന് പക്കം നിൽക്കുന്ന വീടുകൾ നമ്മൾ പോയി ഡെലിവർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന വെറുപ്പ്, വിദ്വേഷം എല്ലാം മാറുന്നു, തെറ്റിദ്ധാരണകൾ മാറുന്നു. ഓൾ ഓഫ് എ സഡൻ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് അവർ കുടുംബം സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ധാരാളം അനുഭവങ്ങൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം പോലും നമ്മൾ ഇതുപോലെ ഡിവോഴ്സിന് പക്കം നിന്ന ഒരു കുടുംബം കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമേ ആയിരുന്നു. പക്ഷേ നമ്മൾ ആ കുട്ടിയുടെ ജീവിത പങ്കാളി, അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി ഡെലിവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പയ്യൻ്റെ മുഖത്തു നിന്നുള്ള വലിയൊരു കരിവാളിപ്പങ്ങ് വിട്ടുമാറി. അപ്പോൾ അതിനുശേഷം പിന്നീട് സ്നേഹമായിട്ട് അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കൊച്ചിൻ്റെ ആവശ്യങ്ങൾക്കോ പിന്നെ ഫിസിക്കൽ നീഡ്സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പയ്യൻ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു 2 ധ്രുവങ്ങളിലേക്ക് പോയിരുന്ന ഒരു കുടുംബത്തെയാണ് കർത്താവ് ഒന്ന് ചേർത്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പറയില്ലേ ചക്കെന്ന് പറയുമ്പോൾ കൊക്കം തിരിയുക. അപ്പോൾ നമുക്കറിയാം ആശയവിനിമയ മേഖലയിലാണ് സാത്താൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഭിന്നത ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്ന് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റാതെ വരിക, പരസ്പരം റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റാതെ വരിക, ഇതെല്ലാം സാത്താൻ്റെ കണികളാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ സാത്താൻ്റെ തലയിൽ മാത്രം വെച്ച് കെട്ടണ്ട. നമ്മുടെ കുറവുകൾ നമ്മുടേതാണെങ്കിൽ നമ്മൾ തന്നെ സമ്മതിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ ഉണ്ടാകാം എന്നത് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. രണ്ടാമത്തേത്, നമ്മളെ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് തകർച്ചകളുടെ പുറമെ തകർച്ച ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ പറ്റും, നമുക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കുകയാണ്. മൂന്നാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് ഇൻ പ്രയർ ലൈഫ്. നമുക്കറിയാം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥന കുറയുന്നു, വചനവായന കുറയുന്നു. ഇതൊക്കെ അതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ സാത്താൻ നമ്മളെ പിടികൂടാൻ തുടങ്ങി എന്നതിന് വ്യക്തമായ അടയാളങ്ങളാണ് ഇവയെല്ലാം. അത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. നമ്മൾ ബദ്ധശ്രദ്ധരായി നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ നമ്മളതിൽ മുമ്പോട്ട് പോവുകയും ചെയ്യണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അതുകൂടാതെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം ഇതാണ്, ഈ പറഞ്ഞ അശുദ്ധിയുടെ ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്കെതിരെ ഒരുപക്ഷെ മറ്റുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ചില തിന്മ പ്രവൃത്തികളുടെ ഫലമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങളുണ്ടാകാം. അങ്ങനെ പ്രത്യേകിച്ചും വിവാഹ തടസ്സമുണ്ടാവുക, എല്ലാം റെഡിയാവുന്നു, പക്ഷേ വിവാഹം മാത്രം നടക്കുന്നില്ല. അങ്ങനെ ധാരാളം കുടുംബങ്ങൾ വരുന്നുണ്ട്. അവിടെയൊക്കെ മേഖലയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇന്ന് അങ്ങനെയുള്ള പല കുടുംബങ്ങളും പിന്നീട് വിളിച്ച് അച്ഛ മോടെ കല്യാണം ഉറപ്പിച്ചു, അച്ഛൻ വരണം. അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ വരില്ല, ഞങ്ങളുടെ ജോലി പ്രാർത്ഥിക്കുക, ആ ബന്ധനം അഴിക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ ജോലി കഴിഞ്ഞു, നിങ്ങൾ തമ്പുരാനെ നന്ദി പറയുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി ആളുകൾ ഇങ്ങനെയുള്ള വിളികൾ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ജോലി കിട്ടാതെ വരിക, ഇങ്ങനെയുള്ള ആളുകളും ധാരാളം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരോടെല്ലാം നമ്മൾ ഈ ഒരു ഡെലിവറൻസ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ തീരുന്നതായിട്ട് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണി പറയുവാൻ പറ്റും. കർത്താവിൻ്റെ വലിയൊരു അത്ഭുതമാണത്. മറ്റൊരു മേഖല എന്ന് പറയുന്നത് ബ്ലോക്ക് ആൻഡ് ഡിലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തടസ്സങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാവുക, കിട്ടേണ്ട ജോലി കിട്ടേണ്ട സമയത്ത് കിട്ടാതെ പോവുക, അല്ലെങ്കിൽ വിവാഹം നടക്കാതെ പോകുക, അതിൻ്റെ ഭാഗമാണ് ഡിലേസ്. അപ്പോൾ അതിൻ്റെ അവിടെ ഒത്തിരി തടസ്സങ്ങൾ വന്നിട്ട് നീണ്ടു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ മറ്റൊരു മേഖലയാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ നമ്മളൊരു പക്ഷേ അതിനൊരു മാനസിക രോഗമായിട്ട് മാത്രം കാണുന്ന പല രോഗങ്ങളും യഥാർത്ഥത്തിൽ രോഗങ്ങളല്ല എന്നുള്ളതും. അപ്പോൾ നമുക്കൊരു ഞാൻ അല്പം സൈക്കോളജി പഠിച്ചൊരു വൈദികൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം സമീപിക്കുന്ന ഒരു കേസിനെ ഒരു സൈക്കോളജിക്കലായിട്ട് തന്നെയാണ്. അപ്പോൾ അതൊരു മാനസിക രോഗമാണോ എന്നുള്ള രീതിയിൽ അതിനെ ഞാൻ വിശകലനം ചെയ്യും. പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പല പഴുതുകൾ, ഉത്തരം കിട്ടാത്ത പല പ്രഹേളികൾ അതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്. അപ്പോൾ ഇതിന് എല്ലാ മാനസിക രോഗങ്ങളിലും സാധാരണ തലയിൽ കെട്ടിവെക്കരുത്. പക്ഷേ അതിനകത്ത് ചില മേഖലകളിൽ ഈ പൈശാചിക പീഡകളുടെ പരിണിത ഫലമായിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിലനിൽക്കുന്ന ചില ബന്ധനങ്ങളുടെ പരിണിത ഫലമായിട്ടൊക്കെ ഉണ്ടാകാവുന്ന രോഗങ്ങളുണ്ട്. നമുക്കറിയാം ഇപ്പം നമ്മൾ ഒത്തിരിയേറെ രോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് നമുക്ക് ജീവിതത്തിൽ എനിക്കൊരു ജലദോഷം പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ്, അതൊക്കെ കഴിഞ്ഞെന്ന് വിട്ടുമാറി വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇച്ചിരി അസ്വസ്ഥതയുണ്ട്. ഞാനൊരു ശകലം വെള്ളം ഒന്ന് കുടിച്ചോളട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കുണ്ടാകുന്ന ചില ചുമകള് നമ്മുടെ സമൂഹത്തിലുള്ള ചില തിന്മകളുടെ സാന്നിധ്യം വിട്ടുപോകുന്നതിന്റെ സൂചന കൂടിയാണ്. ആ സൗഖ്യം കർത്താവ് തരുന്നു. ഈ വ്യക്തികൾ അനുഭവിക്കുന്ന ചില മേഖല കർത്താവ് നിമിഷം ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. പരമാധികാരണി ഈശോയെ പരമാധികാരണി ഈശോയ്ക്ക്
ഹല്ലേലൂയ ഹല്ലേലൂയ യോഗ്യനായ പരിശുദ്ധ പരമാധികാരി ഹല്ലേലൂയ 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 തുടരാം. പ്രിയമുള്ളവരെ, നമ്മൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞു. അത് നമ്മൾ ഇങ്ങനെയുള്ള ചില തിന്മകളുടെ സ്വാധീനം ചിലപ്പോഴൊക്കെ ചില കുടുംബങ്ങളുടെ മേഖലയിൽ, പ്രത്യേകിച്ച് നമ്മൾ ഓർത്തഡോക്സുകാരുടെയോ അങ്ങനെയുള്ള ചില കുടുംബങ്ങളൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ബന്ധനങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി. ഇപ്പം നമ്മൾ ചിലപ്പോൾ ചില സ്ഥലമൊക്കെ വാങ്ങുമ്പോൾ അതിനോട് ബോണസായിട്ട് ചില തിന്മകളും കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല വീടുകൾ നമുക്ക് മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഉത്തരമില്ല. പക്ഷേ അങ്ങനെയുള്ള പല വീടുകളിലും നമ്മൾ പോയി ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ അവിടെ രോഗപീഠകൾ, അസ്വസ്ഥതകൾ, സ്വാധീനങ്ങൾ അല്ലെങ്കിൽ എല്ലാ മേഖലയും തകർച്ചകളായിരിക്കും. അത് ചിലപ്പോൾ ചില സ്ഥലമോ വീടൊക്കെ മേടിച്ചു കഴിഞ്ഞുണ്ടാകുന്ന തകർച്ചകളുടെ പരിണിത ഫലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും ഒരു സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് കർത്താവിൻ്റെ അനുവാദം ചോദിക്കണം. ഇപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദേശത്തിൻ്റെ അധിപതി എന്ന് പറയുന്ന ഒരു ആശയം അവിടെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾ സൗകര്യപൂർവ്വം അത് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പോൾ നമ്മളൊക്കെ വസിക്കുന്ന സ്ഥലത്ത് ദേശത്തിൻ്റെ അധിപതി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. അപ്പോൾ ഈ ദേശത്തിൻ്റെ അധിപതി നമ്മുടെ കുടുംബത്തെയും ജീവിതത്തിൻ്റെ പല മേഖലകളെയും തകർക്കുന്ന അനുഭവങ്ങളുണ്ടാകും. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു കുടുംബമുണ്ട്. അത് പട്ടട എന്ന് പറഞ്ഞാൽ മരിച്ച ആളുകളെ പണ്ട് അടക്കിയിരുന്ന, ഹിന്ദുക്കളെ ദഹിപ്പിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീട് അത് മേടിച്ചു. ആ കുടുംബത്തിൽ നല്ല മിടുക്കര് പിള്ളേരാണ്, പക്ഷേ ആരും രക്ഷപ്പെട്ടില്ല. പിന്നീട് ഞങ്ങൾ അവിടെ ചെന്ന് ഡെലിവറി ചെയ്തു. പിതാവിൻ്റെ അനുവാദത്തോടെ തന്നെ വേറെ രൂപതയിലാണ് അവിടെ ഞങ്ങൾ ചെയ്തു. കഴിഞ്ഞപ്പോൾ ആ കൊച്ചിന് പിന്നീട് ദുബായിൽ ജോലി കിട്ടി. അപ്പോൾ അവൻ്റെ കല്യാണം ഈ പറഞ്ഞ ഈസ്റ്ററിന് ശേഷം, ഈസ്റ്റർ കഴിഞ്ഞിട്ട് കൊണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. ഇനി അടുത്തത് നമ്മൾ ബൈ പ്രൊവോക്കിംഗ് ഗോഡ്. അപ്പോൾ ദൈവത്തെ നമ്മൾ പ്രകോപിപ്പിക്കുന്നതിലൂടെയും ഒത്തിരിയേറെ തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ബൈബിൾ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. നമുക്കത് വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് അത് ഞാനങ്ങ് ഒഴിവാക്കി വിടുകയാണ്. ഇനി അടുത്തത് വിപരീത സാക്ഷ്യം. അത് മറ്റൊരു മേഖലയാണ്. അപ്പോൾ നമ്മൾ ഈ ബാഡ് കൺഫെഷൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ കുമ്പസാരം എന്നുള്ള കൂദാശയെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട സാക്ഷ്യമുണ്ട്. ദൈവം എത്രമാത്രം അനുഗ്രഹം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ആ സൗരി എന്നോട് പറഞ്ഞാണ്, വെച്ചാൽ ദേഹത്ത് കത്തിവെക്കാത്ത ഒരു ഭാഗം പോലുമില്ല. 5 or 6 ഓപ്പറേഷൻസ് കഴിഞ്ഞു. അതിലൊന്ന് ക്യാൻസറായി. അത് കഴിഞ്ഞ് കർത്താവ് അത്ഭുതകരമായി സൗഖ്യം കൊടുത്ത് ആ സൗരി മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ സൗരി, ഈ കുടുംബത്തെ വിശദീകരിക്കാൻ വേണ്ടി കർത്താവ് താങ്കളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ സൗരി ചോദിച്ചൊരു ചോദ്യമാണ്, വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ വന്ന് കയറി അന്ന് തുടങ്ങിയ എൻ്റെ കഷ്ടകാലമാണ്, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, അത് ദൈവം താങ്കളെയാണ് നിയോഗിച്ചിരിക്കുന്നത് ആ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയോട് സഹകരിച്ചുകൊണ്ട്, എന്തായാലും ഇപ്പോൾ പെട്ടെന്നൊരു സൗഖ്യം കർത്താവ് തന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ സഹനങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം കർത്താവ് മാറ്റുകയും ചെയ്യും. കർത്താവിൻ്റെ കരങ്ങളോട് ചേർന്ന് പിടിക്കുമ്പോൾ അതിനൊക്കെ ഒരു പുതിയ അർത്ഥവും മാനവും തരും. അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠം ഇതാണ്. നമുക്ക് ചില സഹനങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മളെ ഞെരുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്, അതിനുശേഷം വലിയൊരു സൗഖ്യവും വിടുതലും പുതിയൊരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. അത് വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ നമുക്ക് സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഒളിച്ചോടാനാണ് ശ്രമിക്കുക, അല്ലെങ്കിൽ അതെല്ലാം പെട്ടെന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. പക്ഷേ ഈ സഹനങ്ങളും വേദനകളും നമ്മളെ വേട്ടയാടുമ്പോൾ അതിനുശേഷം കർത്താവ് തരുന്ന വലിയൊരു സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, അഭിഷേകമുണ്ട്. അതെപ്പോഴും അഭിഷേകത്തോട് ചേർന്നാണ് നമ്മുടെ സഹനങ്ങളെ കർത്താവ് കൊണ്ടുപോവുക. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഞാനിപ്പോൾ 36 വർഷമായി വൈദികനായിട്ട്. അപ്പോൾ എൻ്റെ ജീവിതം തുടക്കം മുതൽ ഞാൻ ഇന്ന് വരെ നിരീക്ഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളും പരാജയങ്ങളും തകർച്ചകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കർത്താവ് വലിയൊരു പർപ്പസ്, ഈ ഒരു പർപ്പസിന് വേണ്ടി എന്നെ നിയോഗിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഞാൻ പിന്നീട് അനുഭവിച്ചറിയുകയും ഇന്ന് ആ അനുഭവത്തിലൂടെ കൂടുതൽ കടന്നു പോവുകയുമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളത് ഒന്ന് ചിന്തിക്കുക. ഇനി അടുത്തത് നമ്മൾ യാക്കോബ് ശ്രീയുടെ ലേഖനം 3-ാം അധ്യായം. അപ്പം നമ്മുടെ നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. സംസാരത്തിൽ തെറ്റുപറ്റാത്തവൻ ഏവനും പൂർണ്ണനാണ്, 2-ാം വാക്യം പറയുന്നു. ഇനി അടുത്ത 10-ാം വാക്യം പറയുന്നു, ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. നമ്മുടെ വലിയൊരു കുഴപ്പമാണ്. അനുഗ്രഹവും ശാപവും നമ്മുടെ ഒരേ വായിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ നാവിനെ എത്രമാത്രം സൂക്ഷിക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു സൂചനയാണ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോഴൊക്കെ ചെറിയൊരു കള്ളം പറയാറുണ്ട്. പക്ഷേ ആ പറഞ്ഞ കള്ളത്തിനകത്തോട് തന്നെ കർത്താവ് വീണ്ടും പ്രവർത്തിച്ച് ഇന്നത്തെ ശുശ്രൂഷ പോലും അങ്ങനെ കൊണ്ട് തന്നതാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ സഹോദരന്മാരെ, ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം ഒരിക്കലും നമ്മളെ കൊണ്ട് കള്ളം പറയാൻ ഇടയാക്കുകയില്ല. അപ്പോൾ നമ്മുടെ നാവ് കൊണ്ട് എന്ന് പറഞ്ഞത് കർത്താവ് വീണ്ടും അതിനുള്ള ക്രമീകരണം വളരെ പെട്ടെന്ന് ചെയ്തിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനൊരു നമ്മളെ തൊട്ട് നടക്കുകയും നമ്മളെ ശ്രദ്ധിക്കുകയും
നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മുടെ നിർവീർപ്പുകളും എല്ലാം ആ നിമിഷം അറിഞ്ഞ് ഇടപെടുകയും ചെയ്യുന്ന ഒരു പൊന്നു തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാവുകൾ കൊണ്ട് നമ്മൾ വേഴ്സ് 14 വാക്യത്തിൽ പറയുന്നുണ്ട്, കടുത്ത അസൂയ, സ്വാർത്ഥമോഹം, ആത്മപ്രശംസ, സത്യത്തിന് വിരുദ്ധരായി വ്യാജം പറയുക ഒന്നും അരുതെന്ന് കർത്താവ് യാക്കോബ് ശ്ലീഹായിലൂടെ കൃത്യമായിട്ട് പറയണം. 3-ാം വാക്യം. പിന്നെ അതുപോലെ നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്, പ്രബോധകരാകാൻ തുനിയരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. കർശനമായ വിധിക്ക് അർഹനാകും. ഇപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു പ്രലോഭനം കൂടിയാണ്. ഇപ്പോൾ നമുക്കറിയാം, പ്രഘോഷകർക്കാണ് ഇന്ന് ഭയങ്കര ഡിമാൻഡ്, അല്ലെങ്കിൽ കേൾക്കാൻ ആളുകളുണ്ടാകും. അത് മാനുഷികമായൊരു വലിയ പ്രലോഭനമാണ്. ഇപ്പോൾ ഒരു ധ്യാനം കൂടി എന്തെങ്കിലും ഒരു അനുഭവമൊക്കെ കർത്താവ് തരും. പ്രത്യേകിച്ച് നമ്മൾ ആഭ്യന്തര ഹർമ്മ്യം എന്നുള്ള ഗ്രന്ഥത്തിൽ അമ്മദ്രേസ്യ വളരെ മനോഹരമായിട്ട് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 7 ഉള്ളറകളിലേക്ക് കടന്നാണ് ദൈവം വസിക്കുന്ന ആ ഒരു ദൈവമായിട്ട് ഒന്നുചേരുന്ന അനുഭവത്തിലേക്ക് നമ്മളെയൊക്കെ കർത്താവ് നയിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ തലത്തിൽ, 2-ാമത്തെ തലത്തിൽ, 3-ാമത്തെ തലത്തിൽ ചില ബാഹ്യമായ അനുഭവങ്ങളോ അനുഭൂതികളൊക്കെ തരാം. ഇതൊക്കെ ദൈവാനുഭവമാണ് എന്ന് നമ്മൾ കരുതി അതിനകത്ത് പൂട്ടപ്പെട്ടു പോകരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വീണ്ടും യാത്ര ചെയ്യണം. അതാണ് അമ്മ ത്രേസ്യ പോലുള്ള ആളുകൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ പഠിക്കാനുണ്ട്, ഒത്തിരിയേറെ വളരാനുണ്ട്, ഇനിയും ഒത്തിരിയേറെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വചനം ധ്യാനിക്കുമ്പോഴൊക്കെ കൂടുതൽ ഉൾക്കാഴ്ചകൾ കർത്താവ് തരുന്നുണ്ട്. ഇതെല്ലാം പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ ഞാനത് ചുരുക്കി എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാവുന്ന 2-3 മേഖല കൂടി ജസ്റ്റ് ഒന്ന് പോയിന്റ് മാത്രം പറഞ്ഞെന്ന് പോവുകയാണ്. ഒന്ന്, നെഗറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളെക്കുറിച്ച് തന്നെ ഇകഴ്ത്തി സംസാരിക്കുക ദൈവത്തിന് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം ദൈവം നമ്മളെ മഹത്തരമായ പദ്ധതിക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇകഴ്ത്തി പറയുക, എന്നെ ഒന്നിനും കൊള്ളില്ല, കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ആ നാവിൽ പ്രവർത്തിക്കുന്ന ആരായിരിക്കും? സാത്താനായിരിക്കും. അത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയും. അപ്പോൾ നമ്മുടെ തകർച്ചകളുടെ പിന്നിൽ നമ്മുടെ തന്നെ നാവ് ഒരു കാരണമാകുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയും. 2-ാമത്തേത് കേഴ്സസ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ശപിക്കുന്നു. ഈ ശാപവാക്കുകളെല്ലാം നമ്മളിലേക്ക് തന്നെ തിരിച്ചു. ഒത്തിരി വചനങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ട് അറിയാം. അത്രയും വിശദമായിട്ട് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിഷിങ് ഡിപ്രസീവ് തോട്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അതുമാത്രം ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ആ ഒരു ശൈലി നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി അടുത്തത് ബ്രൂഡിങ് അവർ സൂയിസൈഡ് തോട്ട്സ്. ഇപ്പോൾ യുദാസിനൊക്കെ ഉണ്ടായ പരാജയം അതാണ്. അതുകൊണ്ട് നമ്മളൊരിക്കലും ഈ പറഞ്ഞ ആത്മഹത്യ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ മനസ്സും ശ്രദ്ധയും ഒക്കെ കൊടുക്കുമ്പോൾ അത് പ്രവൃത്തിയിലേക്ക് പിന്നീട് നയിക്കപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാർ, നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. അതുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ അല്പസമയം കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്വതന്ത്രമായിട്ട് സ്തുതിച്ചോല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.